തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ സ്നേഹമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ദമ്പതി സംഗമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്നത്തെ 1 മണിക്കൂർ സമയം. ഈ മണിക്കൂർ നമ്മളോടൊപ്പം ചെലവഴിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ശരത് സാറാണ്. പലരും അദ്ദേഹത്തെ അറിയായിരിക്കാം. അദ്ദേഹം ഒരു അധ്യാപകനാണ്. നമ്മുടെ അടുത്ത് ചേരാനൊരു സ്കൂളിലാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം RJ ആണ്. കൊച്ചി FM പ്രണയസല്ലാപം എന്ന പരിപാടി അവതരിപ്പിക്കുന്നത് ശരത് സാറാണ്. കൂടാതെ പോലീസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കേരള പോലീസിലെ ഇത്തരത്തിലുള്ള ക്ലാസ് എടുക്കാനായിട്ട് കേരളത്തിലെ സ്കൂളുകളിലേക്ക് ക്ലാസ് എടുക്കുന്ന ഒരു പ്രത്യേക ടീമുണ്ട്. ആ ടീമിൽപ്പെട്ട ഒരു അംഗമാണ് ശരത് സാറ്. കൂടാതെ കഴിഞ്ഞ തൃശ്ശൂർ പൂരം നമ്മുടെ അമൃത TV സാറിൻ്റെ ശബ്ദത്തിൽ കൂടെയാണ് നമ്മളെല്ലാവരും കേട്ടത്. അവർ മകരവിളക്ക്, മകരവിളക്ക്, അതുപോലെ അമൃത TV സാറായിരുന്നു കമൻ്ററി പറഞ്ഞത്. അത് നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. നമ്മൾ ഫാദേഴ്സ് ഡേക്ക് വിളിച്ചു. സാറിന് അന്ന് തിരക്കായിട്ട് എത്താൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് അമ്മമാർ ഭാഗ്യമുള്ളവരാണ് സാറിൻ്റെ ക്ലാസ് കേൾക്കാൻ. അതുകൊണ്ടാണ് ഇന്ന് കഴിഞ്ഞ പരിപാടിക്ക് അദ്ദേഹത്തിന് വരാൻ സാധിക്കാതെ പോയത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശരത് സാർ ഞാൻ അതിന് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ സമയം 1 മണിക്കൂർ ഭംഗിയായി അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒത്തിരി സ്നേഹത്തോടെ ഈ ഇടവകയുടെ പേരിലും ഇവിടെ ഇരിക്കുന്ന കൂട്ടായ്മയുടെ പേരിലും ശരത് സാറിന് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ദമ്പതികളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രണയത്തിന് പ്രായപൂർത്തിയായ ദിവസമാണ്. 18 വർഷമായി ഞാൻ ഇന്ന് എൻ്റെ പിള്ളേരുടെ അമ്മയെ കണ്ടിട്ട്. 11 വർഷമായി ഞാൻ അവളുടെ കഴുത്തിൽ ഒരു മിന്ന് കെട്ടിയിട്ട്. ഇതെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. നീ അനുഭവിക്കുക എന്നല്ലേ കൈയടിച്ചെന്നർത്ഥം. ഭയങ്കര തിരക്കാണല്ലോ അവർക്കും. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും നല്ല സ്നേഹം എന്താണ്, നിങ്ങളുടെ ഉള്ളിലെ പ്രണയം എന്താണെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് ഈ 1 മണിക്കൂർ സമയം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തെ ദൈവനാമത്തിന് സത്യം ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. എൻ്റെ പേര് ശരത് എന്നാണ്. ഈ ക്ലാസ് കഴിയുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരാൾ, അമ്മജി, അത് ഞാനായിരിക്കും. അധ്യാപകരുണ്ട്, കൈപോക്കി. അധ്യാപകർ ആണുങ്ങൾ കൈവക്കണ ഓക്കെ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കേരളത്തിൽ വംശനാശത്തിന്റെ വക്കിലാണല്ലേ മാഷെ നമ്മളൊക്കെ, അല്ലേ? വംശനാശമുള്ള 3 എണ്ണമാണ്. ഒന്ന് കടുവ, മറ്റേ സിംഹവാലൻ കുരങ്ങ്, പിന്നെ ഒരെണ്ണം നമ്മളാ മാഷെ. വംശനാശത്തിന്റെ വക്കില. എന്തായാലും സന്തോഷമായി. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ മാഷും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ കുട്ടികളും. നമ്മുടെ ഉള്ളിൽ കുട്ടിയുണ്ടോ? എന്താ കുട്ടിയുടെ പേര്? എൻ്റെ പേര് ലിസി. ലിസിക്കുട്ടിയുടെ ഉള്ളിൽ കുട്ടിയുണ്ടോ? കുട്ടിയുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം, എൻ്റെ അമ്മയ്ക്ക് ഞാനിപ്പോഴും കുട്ടിയാണ്. ഒന്ന് കൈയടിച്ച മക്കളെ. ചുന്ദരക്കുട്ട, എന്താ പേര്? വർഗീസ്. വർഗീസ് കുട്ടിയുടെ ഉള്ളിൽ കുട്ടിയുണ്ടോ? പിന്നെ അങ്ങനെ പറയാൻ കാരണം, ഒരു കുട്ടി വേറെ അടുത്തിരിപ്പുണ്ട്. ഈ അടുത്തിരിക്കുന്ന കുട്ടീനെ മാന്തും പിച്ചും നുള്ളും തോണ്ടും, അതുകൊണ്ട് കുട്ടിയുണ്ടല്ലേ. എല്ലാവരും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചേ. ആക്കിച്ചിരി, പുച്ചച്ചിരി, വളിച്ച ചിരി, ഒരുമാതിരി മറ്റേ ചിരിയൊന്നും ഇല്ലാണ്ട് സ്നേഹത്തോടെ ഒന്ന് നോക്കി ചിരിച്ചേ. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ ഒന്ന് ചോദിച്ചേ, സുഖമാണോ? അപ്പൊ ഭാര്യ നല്ല സുഖമാ. ചേട്ടാനെ പഠിപ്പിച്ച ടീച്ചർമാരിലോ മാഷുമാരിലോ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെങ്കിലും ഒന്ന് പറയാമോ? സാർ. ഇവിടെയോ? കുറുക്കൻ ഗോപാലനോ? ഇരട്ടപ്പേരൊന്നും പറയാൻ പാടില്ല, നല്ല പേര് പറ. അംബിക ടീച്ചർ. ഇവിടെയോ? എന്ത് ഭംഗിയെ കാണാൻ നോക്കി അല്ലേ? ഇത് രസമുള്ള മനുഷ്യൻ. ആന്റണി. യെസ്. എല്ലാവർക്കും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ അടുത്ത കാലത്തെങ്ങും ആരും ഓർമ്മിപ്പിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഹൃദയം തുറന്ന് കുട്ടിയായിട്ടിരിക്കുക. മാഷ് വിളിക്കുമ്പോൾ ഉള്ളിലുള്ള അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും വലിയ തള്ള വൈബൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട്
കുട്ടിയായിട്ട് എനിക്ക് വിളിയേക്കണം. കേക്കോ? എന്തിനിങ്ങനെ സീരിയസ് ആണ്? ഏറിവിട്ട് വിളിക്കട്ടെ, വിളിക്കട്ടെ, കേക്കല്ലേ? സത്തമാ വിളിക്കട്ടെ. മക്കളെ, 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 മുൻവിധികളൊന്നുമില്ലാത്ത വിളിയാണ് മാഷ് വിളിക്കണത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും നല്ല കുട്ടിയെ പുറത്തെടുത്തുകൊണ്ട് വേണം എൻ്റെ കൂടെ നിൽക്കാൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ ആരാണ് മുന്നോട്ട് വരാറുള്ളത്? വഴക്കുണ്ടാക്കാൻ ചേച്ചി അതല്ല ചോദിച്ചേ, വഴക്ക് മാറ്റുന്നത് ആരാണ്? ഓ, അതും വൈഫ്. എല്ലാത്തിനും മുന്നോട്ട് വരാനുള്ളത് ധൈര്യമുള്ളത് വൈഫിനാണ് അല്ലേ? ചേട്ടൻ്റെ ശക്തി എല്ലാം ചേച്ചിയാണ് അല്ലേ? എല്ലാവരും ഒന്ന് കൈയടിച്ചേ. പറഞ്ഞ അനുസരണ വേണ്ട പിള്ളേരെ. മാഷ എന്താ പറഞ്ഞേ? എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അനുസരണമുള്ള ഒരു കുട്ടിയുള്ളൂ ഈ പഞ്ചായത്തില്. നല്ല കുട്ടിയാട്ടോ. എന്താ മോന്റെ പേര്? ജേക്കബ്. ജേക്കബ് കുട്ടി മിടുക്കൻ. മോനെ, മാഷ എന്താ പറഞ്ഞേ? മിടുക്കൻ. എന്താ പറഞ്ഞേ? ഒന്ന് കൈയടിച്ചേ. 1 എന്ന് പറയുമ്പോൾ 1 പ്രാവശ്യം കൈയടിക്കണം. 2 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം കൈയടിക്കണം. 3 എന്ന് പറയുമ്പോൾ അങ്ങ് തീരുമാനിച്ചോ. 3 എന്ന് പറയുമ്പോൾ അടിക്കരുത്. ഓക്കെ. 4 എന്ന് പറയുമ്പോൾ വേണം 3 പ്രാവശ്യം കൈയടിക്കാൻ. സെറ്റ്. 1 പോരാ. 1 ഫുൾ പവർ. 1 1 1 2 2 3. എല്ലാ ഇടതകയിലും ഇങ്ങനത്തെ കുറെ ആൾക്കാർ എന്തിനാ കൈയടിച്ച്? അടിച്ചോണ്ട് കുഴപ്പമില്ല, അടിച്ചതിന് ശേഷമുള്ള ഭാവരസം. നീ കൈയടിച്ചോ? 1 മുതൽ 10 വരെ എണ്ണാൻ അറിയാവുന്ന 40 വയസ്സിൽ താഴെയുള്ള, ശ്രദ്ധിച്ച് കേൾക്കുക, 1 മുതൽ 10 വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും, ശ്രദ്ധിച്ച് കേൾക്കണം, ഇംഗ്ലീഷിലും മലയാളത്തിലും 1 മുതൽ 10 വരെ ഇടയ്ക്ക് വെച്ച് തപ്പി പെറുക്കാതെ ഞഞ്ഞാ വിഞ്ഞാ പറയാണ്ട് എണ്ണാൻ അറിയാവുന്ന 10 പേർക്ക്, 5 സ്ത്രീകൾക്കും 5 പുരുഷന്മാർക്കും, 45 വയസ്സിൽ താഴെയുള്ള, 5 വയസ്സ് കൂട്ടിത്തരാം, 45 വയസ്സിൽ താഴെയുള്ള 1 മുതൽ 10 വരെ എണ്ണാൻ അറിയാവുന്ന 5 സ്ത്രീകൾക്കും 5 പുരുഷന്മാർക്കും സ്റ്റേജിലേക്ക് വരാം. കമോൺ. എന്ത് വിധി ഇത്? പോട്ടെ. 50 വയസ്സിൽ താഴെയുള്ള 1 മുതൽ 10 വരെ എണ്ണ അറിയാവുന്ന 5 സ്ത്രീകൾക്കും 5 പുരുഷന്മാർക്കും മുന്നോട്ട് വരാം. ഓ, സിംഗിളാത്താ വരും. ഇല്ല, ഡബിൾ ആയിട്ട് വരും. വാ. 10 പേരാ വേണ്ട കേട്ടോ. 10 പേര് വേണം. 1 തൊട്ട് 10 വരെ എണ്ണ അറിയാവുന്ന 10 പേര് വേണം. 5 സ്ത്രീകളും 5 പുരുഷന്മാരും. നിരന്ന് നിന്നോ മക്കളെ, നിരന്ന് നിന്നോളൂ. 10 പേര്. യെസ്, ഓക്കെ. 10 പേരല്ലേ? 10 പേർ. 10 പേരായി അല്ലേ? ഓ, നിങ്ങൾക്ക് എണ്ണ അറിയാൻ പാടില്ല, സോറി ചോദിച്ചു. 10 പേര്. നിരന്ന് നിന്നോ. 10 പേരായി. കേരളത്തിലെ ഏറ്റവും ചരിത്രം പേറുന്ന പള്ളി, വിദ്യാസമ്പന്നരായ ഏറ്റവും മിടുക്കരായ ചെറുപ്പക്കാരുണ്ട്, ഞങ്ങൾക്ക് കുടുംബക്കാരുണ്ട്. എന്തൊക്കെയായിരുന്നു ജോർജ് സാറ് പറഞ്ഞത്? മലപ്പുറം കത്തി, അമ്പും വില്ലും, മസുരളിയനും ഭാര്യ. കമോൺ. യെസ്, 10 പേരായി. 10 ഉറപ്പിച്ചു. വന്നാൽ ഈ കാലം വല്ല പണിയും തരുന്ന പേടിച്ചിട്ടാണോ? സത്യം പറയണം. നമ്മളിങ്ങനെയല്ലേ പിടിച്ച് പിച്ചിയാ ഭാര്യ പോയിരുന്നു പറഞ്ഞിട്ട്. യെസ്. അപ്പൊ എന്തായാലും നല്ല കപ്പിള്, നല്ല പ്രണയം തുളുമ്പും. എത്ര വർഷം പ്രണയിച്ചു നിങ്ങൾ? 7. സെയിം പിച്ച്. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയും മനോഹരമായ ജീവിതത്തിൽ പ്രണയം സൂക്ഷിക്കുന്ന 10 പേര് വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. മുന്നോട്ട് വരാനായിട്ടുള്ള ധൈര്യം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം വിളിച്ചാണ് 10 പേര്. ഇപ്പൊ മുന്നോട്ട് എന്തുണ്ടെങ്കിലും മുന്നോട്ട് വരാൻ 1 തൊട്ട് 10 വരെ എണ്ണാൻ ഇതൊരു കുട്ടി ഇരിക്കണ്ട ഇവിടെ ഉണ്ടോ? എല്ലാവർക്കും അറിയില്ലേ? അത്രയും പേരിൽ അറിയാവുന്ന കാര്യം മുന്നോട്ട് വന്ന് എണ്ണി ധൈര്യപൂർവം തെളിയിക്കാൻ വന്നിട്ടുള്ള ആ ഒരു ധൈര്യം കാണിച്ച എൻ്റെ പേരിൽ ഈ 10 പേർക്ക് നല്ല കൈയടി കൊടുത്ത മക്കളെ. പോരാ പോരാ പോരാ.
പോരാ. ചോദിക്കാം സാറേ, ചോദിക്കാം. സാർ അവിടെ നിന്ന് ചോദിക്കുകയാണേ, ഇവർക്ക് എണ്ണ അറിയാമോന്ന്. വരാൻ വൈകിയോണ്ടല്ലേ സംശയം വന്നേ. നമുക്ക് ചോദിക്കാന്നേ. അടുത്ത് നിന്നോ, അതിർത്തി തർക്കമൊന്നുമില്ല. അടുത്ത് നിന്നോ, നല്ല ചേട്ടനും ചെയ്യില്ല പുള്ളി. അടുത്ത് നിന്നോ. യെസ്, ഓക്കെ. നമുക്ക് ആദ്യം മലയാളത്തിൽ ഒന്ന് എണ്ണാം. കുഴപ്പമൊന്നുമില്ല. മലയാളം അറിയാമല്ലോ. എണ്ണാം. 1 തൊട്ട് 10 വരെ ഒന്ന് എണ്ണിക്കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളെ യാതൊരു വിശ്വാസക്കുറവില്ല കേട്ടോ. ആയിരിക്കണ ചങ്ങായിക്കാണ് ഒരു സംശയം. എനിക്ക് ഒരു വിശ്വാസക്കുറവില്ല കേട്ടോ. നമുക്ക് എണ്ണാം സാറേ കേട്ടോ. ഓക്കെ, മലയാളം. എന്താ ഇപ്പം ഉണ്ടായി ഇന്ന് വിഷുവ, അതായത് ഉത്തമ. മലയാളത്തിൽ എണ്ണാം. 1 2 എല്ലാവർക്കും കൊടുക്കണ്ട. ഒരെണ്ണം പിടി. 1 2 3 4 5 6 7 8 9 10. മലയാളം അറിയാ, കൈയടിക്കൂ. ഓ എന്റെ പൊന്നു ടീച്ചറെ, ഞാൻ വിചാരിച്ചു പിള്ളേര്. ടീച്ചർക്ക് സംശയം എന്താ ടീച്ചറെ? ഇംഗ്ലീഷ് ഇവരെണ്ണും, നിസ്സാരമായിട്ട് എണ്ണും. ഇംഗ്ലീഷ് റെഡി. 7 8 ഒക്കെ ഉണ്ട്. അറിയാമല്ലോ, തെറ്റിക്കുമല്ലോ. ടീച്ചർ കളിയാക്കട്ടോ. റെഡി അല്ലേ? തമ്പുരാനെ. റെഡി. ഇംഗ്ലീഷ് 1 2 3 4 5 6 7 8 9. 10. ഇംഗ്ലീഷ് പറയാ, കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, എന്തായാലും അറിയാമോ അവർക്ക്. പക്ഷേ ഉണ്ടല്ലോ, ചില ആൾക്കാർ വരാതിരുന്നത് വന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പണി തരുമെന്ന് പേടിച്ചിട്ട്. കമ്മിറ്റിക്കാരൊക്കെ അവിടെ പമ്മിയിരിപ്പുണ്ട്. ഞാൻ എന്തെങ്കിലും പണി തരുന്നൊക്കെ പേടിച്ച്. പക്ഷെ ഇവരുടെ ധൈര്യം മനസ്സിലാക്കണം. എന്ത് പണി കൊടുത്താലും അതുക്കും ഇത് ജയിക്കാനുള്ള പവർ ഉള്ളവരാണ് ഈ 10 പേര്. അതുകൊണ്ട് മാഷ് ഒരു ചെറിയ പണി തരാണേ. ചെറുത് 1 തൊട്ട് 10 വരെ ഞാൻ നിങ്ങളെ കൊണ്ട് എണ്ണിക്കും. അപ്പോൾ ഒരു നമ്പർ മാഷ് മലയാളത്തിൽ പറഞ്ഞാൽ അടുത്ത നമ്പർ നിങ്ങൾ ഇംഗ്ലീഷിൽ എണ്ണണം. ഒരു നമ്പർ ഞാൻ ഇംഗ്ലീഷിൽ എണ്ണിയാൽ, ജാങ്കോ നീ അറിഞ്ഞ അതല്ലേ, ഇംഗ്ലീഷിൽ എണ്ണിയാൽ അടുത്ത നമ്പർ നിങ്ങൾ മലയാളത്തിൽ എണ്ണണം. സപ്പോസ് 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 എന്ന് പറയണം. 2 എന്ന് പറഞ്ഞാൽ 3. നിസ്സാരം. എളുപ്പമല്ലേ അല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ട് വർമ്മ സാറേ. ചില കളികൾ ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണ്. നിങ്ങൾ 10 പേര് തോറ്റു. ഈ കളിയിൽ ഞാൻ മാത്രം ജയിക്കുള്ളൂ. നിങ്ങൾ തോറ്റ് ചമ്മി പമ്മി പതുങ്ങിപ്പോവും. ഈ മമ്മൂട്ടിയുടെ ഫിഗറും വെച്ചുകൊണ്ട് ഗ്ലാമറായിട്ട് നിൽക്കുന്ന ചേട്ടൻ തോറ്റാൽ എനിക്ക് സഹിക്കൂല. ചേട്ടൻ്റെ പേരെന്താ? ചാൾസ് ചേട്ടാ. അതെ, ഇപ്പൊ ചേട്ടൻ വന്ന സ്ഥിതിക്ക് ചേട്ടൻ തോക്കാൻ പാടില്ല. ചാച്ചേട്ട വെച്ച കാര്യം ചെയ്യും. ചേട്ടാ, ഈ തോറ്റു എന്ന് പറഞ്ഞിട്ട് മത്സരിക്കാനൊന്നും നിൽക്കണ്ട. തോറ്റു എന്ന് പറഞ്ഞിട്ട് തോൽവി സമ്മതിച്ചിട്ട് ഞാൻ തോറ്റവനാണേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പൊക്കോ, കുഴപ്പമില്ല. സമ്മതിച്ചു, ഭാര്യയും കൊണ്ടുപോകണല്ലേ ഇപ്പൊ. സമ്മതിച്ചു, നിങ്ങൾ തോറ്റവരാണ്, ജീവിതത്തിൽ തോറ്റവരാണ്. നീ പോവല്ലേ, അവിടെ നിൽക്ക്, പോവല്ലേ അല്ലേ? ഇന്നസെന്റോട് എന്താ ബാസുരേ നിനക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? വിടുന്ന്, ഇടവക്കാര് കാണില്ലേ? ആരെങ്കിലും കണ്ടമാനം പോയില്ലേ? വിട്. 12 കൊല്ലായി സർവീസിൽ ഇത്ര അനുസരണമുള്ള കുട്ടി എനിക്ക് ഉണ്ടായിട്ടില്ല ബ്രോ. എന്നൊക്കെ എന്നേ ഇത്രയും വർഷം നല്ലൊരു ഇമേജ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വർക്കൗട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ബോഡിയൊക്കെ ആയിട്ട് നിങ്ങൾ തോറ്റ് കഴിഞ്ഞാൽ ഒരു വീട്ടിലൊക്കെ പോയിട്ട് പറയും. അതുകൊണ്ട് കാര്യം ചെയ്തോ, ഞാൻ തോറ്റവനാണെന്ന് പറഞ്ഞിട്ട്. അവരുടെ ഭാര്യ സമ്മതിക്കണല്ലോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ തോറ്റവനാണെന്ന് പറഞ്ഞിട്ട് 2 ഏത്തൂട്ട് അങ്ങ് പൊക്കോ. മത്സരിച്ച് നിങ്ങൾ തോറ്റു. എടോ മനുഷ്യ, നിങ്ങൾ തോറ്റോന്ന്. ഇത്രയും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഏത്തോടല് എന്ത് ചെയ്യാ യോഗം. ചേട്ടാ, പറഞ്ഞോണ്ടൊന്നും തോന്നരുത്. നമുക്ക് ഇവരോടൊക്കെ മുട്ടി നിൽക്കാനൊരു പവറൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തോറ്റവനാണേ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങോട്ട് പൊക്കോ. കളിച്ചു നോക്കിട്ട് പോയാ പോരെ? എങ്ങനെ നോക്കിട്ട് പോയാ പോരെ? കളിച്ചത് പൃഥ്വിരാജ് താഴത്തില്ലടാ. പൊരുതി തോറ്റ പോട്ടെന്ന് വെക്കുന്നു. ഇങ്ങനെ വാക്കിട്ടിട്ട് തോറ്റുവിട്ടൊരു പരുവായിട്ടാ. വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞോ, ചേട്ടാ നമുക്ക് പോവാം, നമ്മളെ കൊണ്ട് പറ്റൂല, തോറ്റു വന്നോണ്ട് പൊക്കോ. പോണോ? വേണ്ട. ഇങ്ങേരല്ലേ ഭാര്യ, അതിന് പറയുള്ളൂ. പുള്ളിക്കാരാ ഇങ്ങനെ. നമുക്ക് വലിയ കഴിവൊന്നുമില്ല. നമ്മൾ വെറുതെ പാവം, ശുദ്ധ ഹൃദയമാണ്, പിഞ്ച് ഹൃദയമാണത്. ചേച്ചിയുടെ പേരെന്താ? കണ്ടോ, അടിക്കണേട്ടാ. സൗമ്യ. അത്രയും പിഞ്ച് ഹൃദയമാണ്. ചേട്ടൻ തോറ്റു എന്നുണ്ട് അങ്ങ് പൊക്കോ, കുഴപ്പമില്ല. ചേട്ടൻ തോറ്റു, എന്തായാലും തോറ്റോട്ടെ.
അല്ല ചേട്ടാ, ചമ്മൽ ഈസ് ദ മങ്ങൽ ഓഫ് ദ ഫേസ് ആൻഡ് വിങ്ങൽ ഓഫ് ദ മൈൻഡ്സ് എന്നാണ്. അതുകൊണ്ട് ചേട്ടൻ ഇപ്പൊ തന്നെ തോറ്റുന്നുണ്ട്. പൊക്കോട്ടെ. ഞാൻ തോറ്റവനാണ് തോന്നണം. അങ്ങനെയല്ല, എത്തിടണം. 100 എത്തിടണം. മത്സരിക്കണോ അല്ലെങ്കിൽ തോക്കണോ? സമ്മതിച്ച് ഉറപ്പാണ്. എന്നിട്ട് ആദ്യം ചാടിക്കേറി വന്നിട്ട് ഈ മനുഷ്യൻ ഞാൻ തോറ്റവനാണെന്ന് പറഞ്ഞിട്ട് ഇത്ര അനുസരണം ഞാൻ പറയുമ്പോ തന്നെ ചേച്ചി എന്ത് പറയണു? തീരുമാനത്തോടെ യോജിക്കുന്നോ? എല്ലാ പുരുഷന്മാരുടെ വിജയത്തിന് പിന്നിൽ വെരി ഗുഡ്. എന്നാലും ചേച്ചി പറഞ്ഞോണ്ട് നിങ്ങളെ മത്സരിപ്പിക്കുന്നു. നോക്കട്ടെ എങ്ങനെയാണെന്ന്. അടുത്തുനിന്നോ ചേച്ചി? ഇത് പാവാണത്, ഒന്നും ചെയ്യില്ല. അടുത്തുനിന്നോ? യെസ്, റെഡി. എണ്ണ നമുക്കൊന്ന്. ഓക്കെ ഓക്കെ, റെഡി. 1 2. അതായത് ഉത്തമ, മാഷ് 1 എന്ന് പറയുമ്പോ മോൻ 2 എന്ന് പറയണം. ഞാൻ 2 എന്ന് പറയുമ്പോ നിങ്ങള് 2 എന്ന് പറയണം. അത്രേ ഉള്ളൂ. ചാച്ചേട്ടാ 2 എന്ന് പറയുമ്പോ 3 എന്ന് പറയുമ്പോ 4 എന്ന് പറയുമ്പോ 5. അത്രേ ഉള്ളൂ. ടൈം തന്നിപ്പോ നമ്മളങ്ങോട്ട്. റെഡി, ബ്രീത്ത് ഇൻ. റെഡി. 1 2 2 4 5 7 8. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാന്ന്. ഇപ്പൊ പോവാക്കുണ്ടോവാ. 1 2 2 3 3യോ? 4 5 7 8. കൂട്ടുകാരനുണ്ട്. വാവാതൊക്കെ 7 7 എങ്ങനെ? എന്താ പുറകൊട്ട വണ്ടി ഓടണേ? ഇതിനെക്കൊണ്ടോക്കോ. 4 5 5 6. അടുത്തുനിന്നോ. 4 5 സൈവ് 5 6 ടീച്ചറാണോ? എനിക്ക് തോന്നി 5 6 1 2 4 5 6 7 7 8 9 10 അടുത്തേക്ക് 4 കേട്ടില്ല. 4 5 5 6 7 8 9 5. അതെ, 9547 മൊബൈൽ നമ്പറാ. പോകൂട്ടാ പോകോ, ഒരുമിച്ച് പോകട്ടോ. അവിടെ നിന്നോ. അടുത്തുനിന്നോ. 1 2 2 3 1 2 1 1 2 പറഞ്ഞ് വഴക്കിടാതെ വീടല്ല. പൊക്കോ മക്കള്, സെന്ററിലേക്ക് വാ. അതെ, 5 പേര്. ടീച്ചറെ, നമ്മൾ ഈ ടീച്ചർമാർക്ക് എല്ലാം അറിയാവുന്നൊരു ധാരണയുണ്ട്. പക്ഷെ വെറുതെ ആണത്. നമ്മൾ തോറ്റു. ചാൾസേട്ടാ 1 1 2 2 3. എന്താ അനുസരണേതിനല്ലേ? വെറുതെ അല്ല പറഞ്ഞത്. 1 2 2 3 സന്തോഷം കേട്ടാ കുരിപ്പിന്റെ. അടുത്തേക്ക് ആയി. പേരെന്താ? ജോസിന് പേശിക്രൂസിന്റെ അവസ്ഥയാണല്ലോ. 1 2 2 3 4 5 7 8 9 10 ഫോണില്ലേ? 2 പേർ തമ്മിൽ. മാഡം ഏത് ജോലി ചെയ്യുന്നുണ്ടോ? എന്താ ചെയ്യുന്നേ? വെറുതെ അല്ല, കണക്കൂട്ടൽ പിഴക്കാറില്ല. ഇങ്ങനെ അക്കൗണ്ടന്റെ അടുത്തൊക്കെ മുട്ടിക്കാൻ പറ്റില്ല. ടേച്ച് തോറ്റു. അപ്പൊ തോറ്റു, ഞാൻ തോറ്റവളാണെന്ന് പറഞ്ഞിട്ട് പൊക്കോ. മത്സരിച്ചിട്ട് പോവാം. എവിടെ എന്റെ ആളെവിടെ? എപ്പടിപ്പോ? 1 2 2 3 7 8 9 10 1 2 അക്കൗണ്ടന്റ് പോയി. സ്വർഗായികേ ഇതിലേതതിലേ. മത്സരം നമ്മൾ തമ്മിൽ. എന്താ പേര്? ദിവ്യ. ദിവ്യ ചേച്ചിയെ തുടങ്ങാണേ. 1 2 2 3 4 5 7 8 9 10. യു ആർ ദ വിന്നർ. സമ്മാനം കൊടുക്കുന്നു. കൈയടിച്ച പിള്ളേരെ
ഇതാണ്, സ്പോട്ടിലാണ് നമ്മുടെ സമ്മാനം. വെരി ഗുഡ്. മധുരം കൊടുക്കട്ടെ, 2 എണ്ണം കൊടുക്കൂട്ടോ. ഒരെണ്ണം ഭാര്യയ്ക്ക്, ഒരെണ്ണം ഭർത്താവിനും. സന്തോഷം. പൊരുനേടി വിജയം. സോ മുന്നോട്ട് വരാനായിട്ട് ധൈര്യം കാണിച്ചെടുത്ത് ഇദ്ദേഹം മാത്രമല്ല, ഇതിനൊപ്പം വന്ന 10 പേരും വിജയിച്ചവരാണ്. കാരണം എല്ലാവർക്കും കൊടുക്കാനുണ്ട്. വെരി ഗുഡ്. സാറ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേ. ഏതൊരു കാര്യത്തിനും മുന്നിട്ട് ഇറങ്ങി വരാൻ ഭയങ്കര പാടാണ്. പക്ഷെ മുന്നോട്ട് വരാൻ ധൈര്യം കാണിച്ചെടുത്ത് ഒരു പരിചയം ഇല്ലാത്ത ഒരാൾ വന്നിട്ട് തോറ്റുപോകും, നിന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ കൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല, ആ ബിസിനസ് ചെയ്യാൻ പറ്റില്ല, കൊച്ചിനെ ആ സ്കൂളിൽ ചേർത്ത മര്യാദക്ക് പഠിക്കൂല, പിള്ളേരെ വളർത്താൻ അറിഞ്ഞൂടെന്നൊക്കെ പറയുമ്പോഴും എനിക്ക് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പറ്റുമെന്ന് പറഞ്ഞ് ജീവിതത്തിലെടുത്ത ചില തീരുമാനങ്ങളാണ് നമ്മൾ ഇന്ന് ഇതുപോലെ ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. സോ മുന്നോട്ട് വരാനുള്ള ധൈര്യം ഉണ്ടായിരിക്കുക. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആരൊക്കെ തോറ്റുപോകുമെന്ന് പറഞ്ഞാലും ജയിച്ച് മുന്നോട്ട് വരാനുള്ള ഒരു മനസ്സിന്റെ വിൽ പവറിനെ മാത്രം വിശ്വസിക്കുക. എനിക്ക് ഉറപ്പാണ് ചേച്ചിയെ, നിങ്ങൾ കൂടെ ഉള്ളിടത്തോളം കാലം ആ മനുഷ്യൻ എന്നും ഇതുപോലെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും. ഏറ്റവും യു ആർ ലക്കി ടു ഹാവ് ദിസ് വണ്ടർഫുൾ ലേഡി. ഹാറ്റ്സ് ഓഫ് മാൻ. താങ്ക് യു. 10 പേർക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു. നിങ്ങൾ എത്ര പേര് മെസ്സേജുകൾ അയക്കാറുണ്ട്? ശുഭദിനം, ശുഭരാത്രി മെസ്സേജ് അയക്കാറുള്ള കൈപൊക്കെ. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കാറുള്ളവർ കൈപൊക്കെ. റെസ്പോണ്ട് ചെയ്യണോ? അയക്കാറുണ്ടോ? പോട്ടെ. കിട്ടാറുള്ളൊരു കൈപൊക്കെ. എല്ലാ ദിവസവും എവിടെന്നെങ്കിലൊക്കെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് കിട്ടാറുള്ളവര് ഭാഗ്യവാന്മാര് ഇല്ലേ? പ്രാവ് ഇങ്ങനെ മറ്റേ അരിമണിയും കടിച്ചു പിടിച്ചുകൊണ്ട് ശുഭദിനം കിട്ടാറില്ലേ? കിട്ടും. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേര് ഈ ഗുഡ് മോർണിംഗ് ആ പഞ്ചായത്തിലെ സകല ആൾക്കാർക്ക് അയക്കും? സ്വന്തം ഭാര്യയോട് മുഖത്ത് നോക്കിയിട്ട് എടിയേ ഗുഡ് മോർണിംഗ് എന്ന് പറയാറുണ്ടോ? അപ്പൊ അവര് മിക്കവരും പറഞ്ഞു, ശരിയാ സാറേ, നാട്ടിലുള്ള സകല ഭാര്യമാരോടും പറയും, അവളോട് മാത്രം പറയാറില്ല. നിങ്ങൾ എന്നാണ് ഭാര്യക്ക് അവസാനമായിട്ട് ഐ ലവ് യു എന്ന് മെസ്സേജ് അയച്ചത്? ചാൾസേട്ടോ ചാൾസേട്ടൻ എന്നാണ് ഭാര്യക്ക് ഐ ലവ് യു എന്ന് മെസ്സേജ് അയച്ചത്? സ്വന്തം ഭാര്യക്ക്. ആരുടെ ഭാര്യക്ക്? പോടുന്ന കുടുംബം കണക്കാണ്ട് ആരുടെ ഭാര്യക്ക്? സ്വന്തം ഭാര്യക്ക്. എന്നാ ലാസ്റ്റ് മെസ്സേജ് അയച്ചത്? എന്നാ ലാസ്റ്റ് പറഞ്ഞേ? ഇന്നലെ. ഒന്ന് കൈയടിച്ച പിള്ളേരെ. അടിപൊളി. അപ്പൊ 7 വർഷം പ്രണയിച്ച് കല്യാണം നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് കപ്പിളായിട്ടുള്ള ഇവർ 2 പേരും. ഓക്കെ, പേരെന്താണ്? സഹോദരിയുടെ പേരെന്താണ്? ജോസ്മി. പേര് ജോസ്മി. എങ്ങനെ ഒത്തടോ? ജോസ്മി എന്നാണ് ലാസ്റ്റ് ഐ മിസ് യു എന്ന മെസ്സേജ് അയച്ചെങ്കിൽ മിസ് ചെയ്യാൻ സമ്മതിക്കാറില്ല. പ്രണയം കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചേക്കാണ്. പക്ഷെ കല്യാണത്തിന് മുമ്പുള്ള മെസ്സേജ് അയക്കലൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. അതേപോലെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. ജോസഫ് എവിടെയാ, ചന്ദ്രേട്ടൻ എവിടെയാ പോലെ അങ്ങനെയൊന്നുമില്ലല്ലേ? വിശേഷം അന്വേഷിക്കാറുണ്ട്. ഐ ലവ് യു ഒക്കെ അയക്കാറുണ്ട്. ഞാൻ ഇതെന്ന് പറയോ, നിങ്ങൾ കാര്യം ചെയ്യൂ, അവർക്കപ്പോൾ മനസ്സിലായി, ഇത്രയും കാലം ശരത് മാഷ് നിങ്ങൾ എവിടെയായിരുന്നു, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടേ. അവരപ്പോൾ തന്നെ ചാറ്റ് ജിപിടിയും ജെമിനിയും മെറ്റയൊക്കെ എടുത്തിട്ട് അപ്പം തന്നെ പ്രണയകാവ്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞെടുക്ക്, ഫോൺ എടുക്ക്, എല്ലാവരും ഫോൺ എടുക്ക്, വാട്സപ്പ് എടുക്ക്, ഭാര്യക്ക് മെസ്സേജ് അയക്ക്, ഐ ലവ് യു എന്ന് അയക്ക്. അവർ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ പ്രണയം, ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെച്ച് പൂത്തുവാനുള്ളതല്ല, പ്രകടിപ്പിക്കണം. മാധവിക്കുട്ടി പറഞ്ഞതുപോലെ പ്രകടമാകാത്ത സ്നേഹം നിരർത്ഥകമാണ്, പിശുക്കന്റെ ക്ലാവ് പിടിച്ച നാണ്യശേഖരം പോലെ അർത്ഥശൂന്യവും. നിങ്ങൾ എത്ര പേർക്ക് ഉറപ്പുണ്ട് നിങ്ങൾ മരണാസന്നരായി കിടക്കുന്ന അവസാന കാലത്ത് എൻ്റെ മക്കൾ എന്നെ പൊന്നുപോലെ നോക്കും മാഷേ എന്ന് ഉറപ്പുള്ള ആൾക്കാരൊന്ന് കൈപൊക്കിയേ? പൊക്ക് എല്ലാവരും പൊക്ക് ചേട്ടാ പൊക്ക്, ചാൾ ചേട്ടാ പൊക്കാൻ, പൊക്ക് മനുഷ്യ പൊക്ക് മച്ചി പൊക്ക്. മക്കളെ, ഞാൻ വളരെ അഹങ്കാരത്തോടെ പറയാനുള്ള കാര്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാരന്റിങ് ക്ലാസ് എടുത്തിട്ടുള്ള 40 താഴെയുള്ള ഒരാൾ ഞാനാണെന്ന്. കാരണം 3682 ക്ലാസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പുറത്തും പോയി എടുത്തിട്ടുണ്ട് ഞാൻ. ഈ ക്ലാസ്സിലൊക്കെ ഞാൻ ചോദിച്ച് ഈ ചെല്ലുമ്പോൾ ഈ കാരണന്മാരോട് അമ്മമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മ എന്ന നിലയ്ക്ക് താങ്കൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? കുടുംബത്തിന് വേണ്ടി. കുടുംബ വിളക്കേ, കുടുംബത്തിന് വേണ്ടി. അമ്മച്ചി ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? മക്കൾക്ക് വേണ്ടിയാ മാഷേ, മക്കൾക്ക് വേണ്ടിയാ. അപ്പൊ ഞാൻ ഈ മക്കളോട് പോയിട്ട് ചോദിക്കും കേട്ടോ, ചോദിക്കും, മരിക്കാൻ നേരത്തെ ആര് നോക്കും? ഭക്ഷണം കൈപോക്കില്ല. മക്കളോട് ചോദിക്കും, മക്കളെ നിങ്ങളെ നോക്കിയതിനേക്കാളും നല്ലോണം ഇവിടെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ, അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കട്ടെ,
നിങ്ങളെ നോക്കിയതിനേക്കാളും നല്ലോണം അവരുടെ വയസ്സാങ്കാലത്ത് അവരെ പൊന്നുപോലെ നോക്കുമെന്ന് ഉറപ്പുള്ള മക്കള് മാത്രം ഒന്ന് കൈയടിച്ചേ. ഈ ആൾക്കാരെയാണോ നമ്മൾ നോക്കൂല എന്നൊക്കെ പറയുന്നേ? മക്കള് നോക്കുന്നേ. ഇവര് കുഴപ്പമുണ്ടെന്നറിയോ? മക്കള് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അത്ര കേൾക്കില്ല, ശ്രദ്ധിക്കുന്നില്ല. അനുസരിക്കണമെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. കുടുംബം എന്ന് പറയുമ്പോൾ ആ സെറ്റപ്പാണല്ലോ, കാണിച്ചു കൊടുക്കണം. സംശയമുണ്ടോ? എന്നെ സഹായിക്കാൻ വേണ്ടി രണ്ടുപേരും വിളിക്കാം. നിങ്ങൾ 3 പേരും വേഗം വേഗം, 3 പേരും വേഗം വേഗം, 3 പേരും ഇരിക്കും. ഇരിക്കാൻ പറ. പിന്നെ 3 പേരും ഇരിക്കും. 3 പേരും. എന്തൊരു കൺഫ്യൂഷൻ വന്നവർക്ക്? എന്താ കൺഫ്യൂഷൻ വന്നേ? ഇരിക്കാൻ പറഞ്ഞിരിക്കണ്ടേ? 3 പേരും ഇരിക്കാൻ പറഞ്ഞ പിന്നെ എന്താ കൺഫ്യൂഷൻ അവർക്ക്? എൻ്റെ പ്രവൃത്തി എന്തായിരുന്നു? അല്ല, അത് കുഞ്ഞുങ്ങളുടെ മനസ്സാ 3നും. എൻ്റെ പ്രവൃത്തി അവരെടുത്തത്. ഞാൻ പറയുന്ന വാക്ക് അവര് ഇയാക്കെന്താ പ്രാന്ത. നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കി മാറ്റുന്നിടത്താണ് ദാമ്പത്യ ബന്ധത്തിലായിക്കോട്ടെ കുടുംബബന്ധത്തിലായിക്കോട്ടെ സ്നേഹം സ്ഫുരിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരിക്കൽ പോലും വഴക്കിടാത്ത ഭാര്യ ഭർത്താക്കന്മാർ ഒന്ന് കൈപൊക്കിയേ. ഒരു കുഞ്ഞു സൗന്ദര്യപ്പിണക്കം പോലും ഇല്ലാത്തവർ. പുത്തമ്പുരക്കിൽ അച്ഛൻ പറഞ്ഞ പോലെ അങ്ങനെ കൈ പൊക്കണമെങ്കിൽ ഭാര്യ പൊട്ടിയായിരിക്കും, ഭർത്താവ് ഒരു പ്രാന്തായിരിക്കും. അല്ലാത്ത പക്ഷം വഴക്കിടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ? ഗംഭീര വഴക്കുണ്ടാവും. ഈ വഴക്കിനൊക്കെ ചിലപ്പോ എന്താ പറയാ, തുണി അടക്കി വെച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വീട് ആലങ്കോലമായി പോയിട്ടുണ്ടാവും, ഭർത്താവ് വൈകി വന്നു, കൂട്ടുകാർക്കൊപ്പം പോയി, അങ്ങനെയൊക്കെയല്ലേ വഴക്കുണ്ടാവുക വീട്ടില്. ഒപെക് രാജ്യങ്ങൾ എണ്ണ വില കുറച്ചിട്ടും ഇന്ത്യയിൽ കുറയുന്നില്ല. അടിയടാടി. വഴക്കിന് കാരണമാണോ സാറേ? അല്ല. നമ്മൾ വഴക്കുണ്ടാവുന്ന ചെറിയ കാര്യങ്ങളാണ്. മീൻകറിക്ക് ഉപ്പ് കൂടി പോയി ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ. ഈ വഴക്കിൻ്റെയൊക്കെ പേരിൽ സംഭവിക്കുന്നത് എന്താണ്? പറഞ്ഞങ്ങോട്ട് കയറും. ഇല്ലേ? പറഞ്ഞങ്ങോട്ട് കയറും. ഭർത്താവ് കുറച്ച് മീൻകറിക്ക് ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ ഭാര്യ ചോദിക്കുകയാണ്, അല്ല ഭർത്താവ് ചോദിക്കുകയാണ്, ഇത് കറി ഉണ്ടാക്കി വെച്ചേക്കണേ. ഇപ്പൊ ചാൾസേട്ടൻ ചേച്ചിയാന്ന് വിചാരിക്കാം. ചേച്ചി കുറച്ച് ഉപ്പ് കൂടിപ്പോയിന്ന്. കൂടിപ്പോവില്ല കേട്ടോ, അവരുടെ പ്രണയം അനുസരിച്ചിട്ട് ഉപ്പ് കൂടിപ്പോവില്ല. കൂടിയാൽ തന്നെയും ചാൾസേട്ടൻ എങ്ങനെ ചോദിക്കുക, എന്താ മുത്തേ ഉപ്പ് കൂടിപ്പോയല്ലേ, ശ്രദ്ധിക്കണ്ടേ പൊന്നെ എന്നൊക്കെ പറയും. ഇനി ഞങ്ങളുടെ നോർത്ത് പറവൂരിൽ, എൻ്റെ നാട്ടില് അപ്പുറത്ത് പറവൂരൊക്കെ ഉപ്പ് കൂടി കഴിഞ്ഞാൽ ഇതുവരെ ചോദിക്കണേ, എന്തോ നാടി ഉണ്ടാക്കി വെച്ചേക്കണേ എന്ന് ചോദിക്കും. ഇനിയിപ്പോ ചാൾസേട്ടൻ അങ്ങനെ ചോദിച്ചെന്ന് വിചാരിക്കും. ചോദിക്കൂല്ലോ, സങ്കല്പിക്കുക. ചാൾസേട്ടോടെ ചോദിച്ചെന്ന് വിചാരിക്കുക. ടീച്ചർ എന്താ പറയാ, അയ്യോ ചേട്ടാ ഈ ഉപ്പ് കൂടിപ്പോയല്ലേ, ശ്രദ്ധിച്ചില്ല ഞാൻ, ക്ഷമിക്ക്, എൻ്റെ ഭാഗത്താണ് തെറ്റ്. ചേട്ടായി അത് കഴിക്കണം, ഞാനേ കുറച്ച് മോരെടുക്കുക, അല്ലെങ്കിൽ മുട്ട പൊരിച്ചു തരട്ടെ, അല്ലെങ്കിൽ മീൻകറി വേണ്ട, ഞാനേ അങ്ങനെ പറഞ്ഞിട്ടല്ലേ മാപ്പ് പറയും അല്ലേ? അലങ്ങളൊക്കെ അങ്ങനെയല്ലേ? ഭർത്താവ് നിങ്ങൾ കഴിച്ച ഭക്ഷണം തുപ്പിക്കൊണ്ട് പാത്രം വലിച്ചെറിഞ്ഞ് നിങ്ങൾ എന്ത് പറയും? ക്ഷമിക്കൂ ചേട്ടാ, എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയൂല്ലേ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയാന്നറിയോ? വേണമെങ്കിൽ തിന്നാ മതി. ഇപ്പൊ ചാൾസേട്ടന്റെ ഭാര്യ അങ്ങനെ ടീച്ചർ പറയില്ല. ഇപ്പൊ ദേഷ്യ മൂഡ് സിങ്സ് ഉള്ളപ്പോഴാണെങ്കിൽ ചിലപ്പോ ടീച്ചർ പറയാണ് വേണമെങ്കിൽ തിന്നാ മതി എന്ന് പറയുകയാണെങ്കിൽ ചാൾസേട്ടൻ എന്താ പറയുന്നറിയോ? എന്താണ് മുത്തേ നിങ്ങൾ ദേഷ്യപ്പെടല്ലേ പൊന്ന, ഏട്ടാ വെറുതെ പറഞ്ഞല്ലേ, ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ നീ ഉണ്ടാക്കിയ മീൻകറിക്ക് ഉപ്പ് കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി ചോറിട്ട് കുഴച്ചങ്ങോട്ട് തിന്നും. പക്ഷേ ഉണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ നാട്ടിലാണ് വേണമെങ്കിൽ തിന്നാ മതി എന്ന് ഭാര്യ പറഞ്ഞാല് ഭർത്താവ് നേരെ, എടി നിന്നെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടി, നിന്റെ കുടുംബക്കാരൻ നിന്നെ ശീലിപ്പിച്ചെടി, നിന്റെ ആ വീട്ടിൽ മരിച്ചു പോയവര്, ആത്മഹത്യ ചെയ്തവര്, ഒളിച്ചോടി പോയവര്, സകലമാന ആൾക്കാരെ കൊണ്ടുവന്ന് നിരത്തും. വഴക്കിന് കാരണം എന്താണ്? മീൻകറിക്ക് ഇതാണ് സാധനം. അപ്പോൾ വഴക്കിടാൻ പഠിക്കണം. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളെല്ലാവരും വഴക്കിടാറുണ്ട്, പക്ഷേ കുട്ടികളെ ബാധിക്കാതിരിക്കണം. അത് പറയാൻ കാരണം 336 പിള്ളേരാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പണ്ട് പരസ്പരം സംസാരിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ കുറേ സമയങ്ങൾ കിട്ടിയിരുന്നു. ആത്യന്തികമായിട്ട് മനുഷ്യൻ മരിച്ചു പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഔഷധം പങ്കുവെക്കലുകളും കരുതലുമാണ്. നമുക്ക് സമയം കിട്ടുന്നുണ്ടോ സംസാരിക്കാനും മിണ്ടാനും പറയാനൊക്കെ?
സത്യമായത് പറയണം, എന്നോട് കള്ളം പറയരുത്. ശാരീരിക ബന്ധപ്പെടലിനോ അല്ലെങ്കിൽ സെക്സിനൊക്കെ വേണ്ടി അല്ലാണ്ട് റൊമാൻറ്റിക് മൊമെന്റ്സ് ഒന്നും ചോദിക്കുന്നില്ല. ഈ കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ സ്വന്തം ഭാര്യയെ ഒരു കാരണവുമില്ലാതെ ഒരു 30 സെക്കൻഡ് കെട്ടിപ്പിടിച്ച ഭർത്താക്കന്മാരൊന്ന് എഴുന്നേറ്റ് നിന്നേ. ഒരു കാരണവുമില്ലാണ്ട് വെറുതെ നിൽക്കുമ്പോ ഒന്ന് പോയി കെട്ടിപ്പിടിച്ചേക്കാമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച 30 സെക്കൻഡ് മിനിമം കെട്ടിപ്പിടിച്ച ഭർത്താക്കന്മാർ എഴുന്നേറ്റ് നിൽക്കൂ. ഇത്രയും കാലം എവിടെയായിരുന്നു? ഒന്ന് കൈയടിച്ചേ. ലവ് യു. ഇരുന്നോ മോനെ. ഒരു കാരണവുമില്ലാതെ സ്വന്തം ഭർത്താവിനിപ്പോ കെട്ടിപ്പിടിച്ച 30 സെക്കൻഡ് കെട്ടിപ്പിടിച്ച നെഞ്ചോട് ചേർന്ന് നിന്ന ഭാര്യമാർ എഴുന്നേറ്റ് നിൽക്കൂ. ഇപ്പൊ പാറ് കണ്ണാ, ഇവര് കൈയടി കുശുംബന്മാരെ കൈയടിക്കൂലെന്ന്. അമൃതാനന്ദമയി എന്ന് പറഞ്ഞ അമ്മയെ കുറിച്ച് അറിയോ? അവരുടെ ആദർശമോ മതമോ എന്തോ എനിക്കൊന്നും പറയണ്ട. ആ വ്യക്തിയുടെ അവിടെ ബെൻസും BMW ബൊമ്പും കാറുകളൊക്കെ വന്ന് നിരന്ന് കിടക്കും. ഈ അമൃതാനന്ദമയുടെ അടുത്ത് പോകുന്നവർക്ക് എന്താ കിട്ടാന്നറിയോ? എന്ത് കിട്ടും? പറയണ എന്തോ ആയിക്കോട്ടെ, അവിടെ ചെല്ലുമ്പോ അവർ എന്താ ചെയ്യണേന്ന് അറിയാമോ? കേട്ടിട്ടുണ്ടോ? കൃത്യം മുമ്പ് കാണിച്ചു തന്നത് എന്താണ്? കെട്ടിപ്പിടിക്കും. അന്ന് അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത മനുഷ്യനായിട്ടുള്ള ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. അവർ ചെയ്ത നന്മകളെല്ലാം ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ, കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം കെട്ടിപ്പിടുത്തങ്ങളുടേതാണ്. ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി മണിക്കൂറുകൾ ക്യൂ നിന്ന് ഈ മനുഷ്യർ നരയിക്കണം കാണുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞത് പിന്നീട് ഒരു സിനിമ കണ്ടപ്പോഴാണ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്നൊരു സിനിമയുണ്ട്, കുമ്പളങ്ങി നൈറ്റ്സ്. അതിനകത്ത് സൗബിൻ എന്ന് പറയുന്ന നമ്മുടെ സിനിമാ നടന്റെ കഥാപാത്രം ഒരു ഡോക്ടറെ കാണുമ്പോൾ കരയുന്നുണ്ട്. എന്തിനാ കരയണമെന്ന് വെച്ചാൽ, ഒന്ന് ഡോക്ടറെ അയാളെ കെട്ടിപ്പിടിച്ചു. അയാളുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ സുഹൃത്തോ ആരും ഉണ്ടായിട്ടില്ല കെട്ടിപ്പിടിക്കാൻ. അപ്പൊ കെട്ടിപ്പിടുത്തങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് കുടുംബജീവിതത്തിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബജീവിതത്തിന്റെ 3 മാജിക് ടീകളെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 1, ടോക്ക്, സംസാരിക്കാം. തുറന്ന് സംസാരിക്കാൻ നമുക്ക് എത്ര പേർക്ക് പറ്റാറുണ്ടെന്നുള്ളതാണ് അല്ലേ? നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പ് തന്നെ സൈഡ് ടു സൈഡ് ആണ്. എന്തേ കാറിന് പോകുമ്പോഴും എന്തേ ഒന്ന് മുഖാമുഖം ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന സമയങ്ങൾ എപ്പോഴൊക്കെ ആയിരിക്കും? ശരത് മാഷ് പറഞ്ഞു, മുഖാമുഖത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഭർത്താവേ പറയൂ, താങ്കൾ സംതൃപ്തനാണോ? ഇന്നൊന്നും ചോദിക്കണ്ട. ഭക്ഷണം കഴിക്കുമ്പോൾ പണ്ട് ഒരു 15 കൊല്ലം മുമ്പ് കേരളത്തിലെ കുടുംബ ബന്ധങ്ങൾ, ഈ ടോക്ക്, തുറന്ന സംസാരങ്ങൾ ഏറ്റവും ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഗവൺമെന്റിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. ആർക്കെങ്കിലും ഉത്തരം പറഞ്ഞാൽ മിഠായി തരാം. 1/2 കിലോ അരി. ഈ തീറ്റക്കാര്യം മാത്രമേ ഉള്ളൂ, ഇരിക്കാൻ നട്ടില്ലാണ്. 1/2 കിലോ അരി ഒന്നുമില്ല, പോണെന്ന്. എന്താണെന്നറിയോ? സീരിയലാ. അല്ല മുത്തേ, അതല്ല. കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തന്നിരുന്ന സമ്മാനം. മിടുക്കി ആരാ പറഞ്ഞേ? മിഠായി കൊടുക്ക്. പേരെഴുതി നോക്ക. അതിന്റെ മാസ്റ്റർ ഭാര്യയാണല്ലേ? എനിക്കറിയായിരുന്നു നിങ്ങൾ പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു സമയം 6:30 മണിയാകുമ്പോൾ കറണ്ട് പോകും. ഓരോ സമയം 6:30, 7:30, 8:30 അല്ലേ? ഈ കറണ്ട് പോയി കഴിയുമ്പോൾ, അപ്പം എൻ്റെയൊക്കെ വീട്ടിൽ ഇൻവെർട്ടറൊന്നും, ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു അച്ഛൻ്റെ മോനാണ്. അതുകൊണ്ട് കറണ്ട് പോയി കഴിയുന്ന സമയത്ത് ഒരു ഇൻവെർട്ടറോ മെഴുകുതിരിയോ, അല്ല ഇൻവെർട്ടർ അല്ല, എമർജൻസിയിലാകുമ്പോൾ മെഴുകുതിരിയോ വിളക്കോ വീടിൻ്റെ അകത്ത് കത്തിച്ച് വെച്ചിട്ട് അപ്പനും മക്കളും എല്ലാം കൂടെ വന്ന് പുറത്തിരിക്കും. അവിടുത്തെ കാറ്റാണ് കാറ്റ്. എന്നിട്ട് ഇരുന്ന് വിശേഷം പറയുമല്ലേ? ആ നാട്ടിലുള്ള സകലമാന വിശേഷങ്ങളും എനിക്കിപ്പോഴും ആ ഇരുട്ടത്ത് ചിരിക്കുമ്പോൾ മൂക്കിങ്ങനെ വികസിച്ച് വരുന്ന അച്ഛൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. ചിരിക്കുമ്പോൾ കണ്ണിറുകി പോകുന്ന അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞിരുന്ന ഒരു നല്ല പവർ കട്ട് കാലം ഉണ്ടായിരുന്നു നമുക്ക്. എന്തോരം വിശേഷം പറയുമായിരുന്നു. അപ്പോൾ റോട്ടിൽ കൂടി ഒരു തീവണ്ടി പോവും. ആരത്? രാമൻ ചേട്ടാ. പണ്ടുണ്ടല്ലോ ഞാനും രാമൻ ചേട്ടനും കൂടി ഇവിടെ നിന്ന് കൊച്ചി വരെ വള്ളം തങ്ങിപ്പോയി അരിയുണ്ട മേടിച്ച് പൊടിച്ച് വറുത്ത് ഈ കഥയൊക്കെ പറഞ്ഞ് ആ നാടിൻ്റെ സംസ്കാരവും മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹവും എല്ലാം
നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഈ കുറച്ച് നേരത്തേക്കായിരുന്നു. ഇതുപോലെ പരസ്പരം സംസാരിക്കുവാനായിട്ട് പവർ കട്ട് പോലെ ഒരു സമയം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനിയോ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വേണ്ടടോ, ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് എല്ലാവർക്കും മൊബൈൽ മാറ്റി വെക്കാം. നമ്മൾ പലരും മക്കൾക്ക് വേണ്ടി ജീവിച്ച് ചത്തുപോകുന്ന കുറേ മനുഷ്യന്മാരായിട്ട് ചുറ്റുപാടും കുറേ പേരെ കാണാറുണ്ട്. ഒരു കല്യാണം, ഒരു വീട് പണി, കഴിഞ്ഞു ജീവിതം. ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവാനായിട്ട്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട്, ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം ചെലവഴിക്കാനായിട്ടൊക്കെ പിന്നെ ആവട്ടെ, നാളെ ആവട്ടെ, കൊച്ചിൻ്റെ കെട്ട് കഴിയട്ടെ, എത്ര കാലമായിട്ട് ആഗ്രഹിച്ചവരുണ്ട്. പ്രവാസികളെ പോലെ ഒരു വീട് പണിയാൻ വേണ്ടിയും പെങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടിയും ഗൾഫിൽ പോയിട്ട് 10, 25, 30 കൊല്ലം അവിടെ അരണ്യത്തിൽ കിടന്ന് ഒരു പിടി ഗുളികകളും വാരി തിരിച്ചു വരുന്ന കുറേ മനുഷ്യന്മാരുണ്ട് നമുക്കിടയിൽ. ജീവിക്കാൻ മറന്നുപോയ കുറേ പാവങ്ങൾ. ഇതേ മക്കൾ തിരിച്ചു ചോദിക്കും, അപ്പനോട് ഞാൻ പറഞ്ഞോ ഗൾഫിൽ പോയി കിടക്കാൻ? അമ്മയോട് ഞാൻ പറഞ്ഞോ ജോലിക്ക് പോവാതിരിക്കാനായിട്ട്? അമ്മയ്ക്ക് പോകാറുന്നില്ലേ? എനിക്ക് പാട്ട് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, പറ്റിയില്ല. കുടുംബത്തിന് വേണ്ടി മെഷീൻ പോലെ പണിയെടുത്ത് ക്ഷീണിച്ച് തൊണ്ട പറ്റി പോയപ്പോൾ ഒരു പരിവേദനത്തിൻ്റെ കഥ. ആരെയും ശ്രമിക്കാൻ പറ്റണല്ലോ, സഹിക്കാൻ പറ്റണല്ലോ മനുഷ്യന്മാരോട്. ഈ ഇരിക്കുന്ന ഇത്രയും പേരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുള്ള എത്ര പേരുണ്ടാവും? എൻ്റെ പൊന്നോ, നമ്മളില്ലേ സുല്ല് മടുത്ത് ഒരു 10 വട്ടം ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം നമ്മുടെ കടയിൽ ഉണ്ടായിട്ടില്ലേടോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അവിടെയൊക്കെയും ഇങ്ങേരില്ലാണ്ട് ശരിയാവൂല, അവളില്ലാണ്ട് ശരിയാവൂല എന്നൊരു തിരിച്ചറിവ് എത്തിയത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരുമിച്ചിരിക്കാനുള്ള കാരണം. കൂടെ നിൽക്കുന്ന ആളുടെ കരുത്ത് എന്താണ്, സ്നേഹം എന്താണെന്നൊക്കെ ഉള്ളത് കുറേ നാൾ കഴിഞ്ഞിട്ട് അവരോടൊന്ന് വർത്തമാനം പറയാമെന്ന് വിചാരിച്ചാൽ, അവരൊന്ന് ചേർത്ത് പിടിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഇവർ കൂടെ ഉണ്ടാവൂലടോ, അല്ലെങ്കിൽ നമ്മളുണ്ടാവൂല. ഇനി ടോൺ, ചില കാര്യങ്ങൾ പറയുന്നതിലേ എടിയാന്ന് എടുത്ത് തരുമോ? ചില ഭാര്യമാർക്കൊരു നിർബന്ധമുണ്ട്, അറിഞ്ഞ് ചെയ്യട്ടെ. ഞാനായിട്ട് പറയൂല, അറിഞ്ഞ് ചെയ്യണം. ഈ വരുന്ന ഓണത്തിന് എനിക്കൊരു സെറ്റ് സാരി വേണം പറഞ്ഞ പൊന്നു വലിയേട്ടൻ മേടിച്ചു കൊടുക്കും. എന്നിട്ടോ അപ്പുറത്ത് കണ്ട തോമസ് സെറ്റ് സാരി മേടിച്ചു കൊടുത്തേക്കണത്, ഇവിടെ സെറ്റ് സാരി പോയിട്ടൊരു എടി നിനക്ക് സാരി ഇപ്പൊ കൊച്ചു വെഡിങ് ആനിവേഴ്സറിക്കുന്ന സാരി ഉണ്ട്, ഒരു ബർത്ത്ഡേക്ക് ഇത് കൊടുക്കണില്ല നീ, എനിക്ക് സാരി പറഞ്ഞതുകൊണ്ടാവും, നിങ്ങൾ മേടിച്ചെന്നില്ല. ഒന്ന് ചോദിച്ചാൽ മതി, മനുഷ്യ ഒരു സാരി മേടിച്ചതാ. പരസ്പരം തുറന്ന് സംസാരിച്ച് തീരാവുന്ന പല പ്രശ്നങ്ങളും നമുക്കിടയിലുള്ളൂ. ലാസ്റ്റ് വൺ, ടച്ച്. ഈ ടച്ചിന് വലിയ അർത്ഥമുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ. ഏറ്റവും വലിയ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഹിപ്നോ തെറാപ്പിയിലും സൈക്കാട്രിയിലും ഒക്കെ പ്രയോഗിക്കുന്ന സാധനമാണ് ടച്ച്. ഒന്ന് തൊടുക എന്ന് പറയുന്നത്. എന്നാണ് ഏറ്റവും അവസാനമായിട്ട്, താങ്കൾക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? സത്യം പറയണോട്ടോ, ഇതിന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സമ്മാനം കിട്ടുകയില്ല, കൊടുക്കുകയില്ല. എന്നാണ് താങ്കൾക്ക് അവസാനമായിട്ട് മകന്റെ കയ്യിൽ നിന്ന് കെട്ടിപ്പിടിച്ച് കവളത്തൊരു ഉമ്മ കിട്ടിയത്? കിട്ടിയിട്ടില്ല. ഇവിടെ ചോദിക്കട്ടെ, പറ. കിട്ടിയത് മോന്റെ അച്ഛൻ്റെ അല്ല, മോന്റെ. ആഗസ്റ്റ് 13. ഓ, ആഗസ്റ്റ് 11. എന്തെത്ര കത്തിട്ട് ഓർക്കാനായിട്ട്? ഞങ്ങള് ടൂറിന് പോവായിരുന്നു. അപ്പൊ അവൻ ഒറ്റയ്ക്കാക്കിയിട്ടാ പോയത്. പോവാൻ നേരത്തെ അവനെ ഉമ്മ ഒന്നും കൊണ്ട് വിട്ടു. ഇതിൽ കൈയടിക്കേണ്ട ഒരു കാര്യം, മക്കളെ കുടുംബക്കാരെ ആരെ നോക്കണല്ലോ, ഞങ്ങൾ ടൂറ് പോയി, കൈയടിക്കേ. വീട്ടിൽ ആടിനെ കോഴിനെ പട്ടിനും പോലും ഒറ്റക്കിട്ട് ടൂറ് പോകാത്ത മനുഷ്യന്മാർ ഇരിക്കുന്നത്. അപ്പോഴാണ് മോനെങ്കിൽ അവിടെ ഇരുന്നോട്ടെ തിന്നോളും, ഞങ്ങൾ പോവും. നിങ്ങൾ പോവേണ്ട സമയത്ത് നിങ്ങൾ പോണം പിള്ളേരെ എന്നാണ്. ആൺകുട്ടിയോ പെൺകുട്ടിയോ? ഇവിടെ ഭാര്യയുടെ ലാസ്റ്റ് ഉമ്മ കിട്ടിയത് ഭാര്യയുടെ കയ്യിൽ നിന്ന് 4 ആഴ്ച. നല്ല വിഷമമുണ്ടല്ലേ? 4 ആഴ്ചത്തെ സങ്കടം മനത്തുണ്ട്. ആൺകുട്ടിയോ പെൺകുട്ടിയാ? ആ, എന്നാണ് അവന്റെ ഉമ്മ കിട്ടിയത് അപ്പന്? കുറേ ആളായിട്ടുണ്ട്. പെങ്കൊച്ചുണ്ടാ? എന്നാ ലാസ്റ്റ് ഉമ്മ കിട്ടിയത്? അപ്പനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ കൈപോക്കേ. അപ്പനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്നവര് ആരാ ഉള്ളേ? എന്നാണ് അപ്പച്ചന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത ലാസ്റ്റ്? കുംഭം 9 മലയാളമൊക്കെ
അപ്പനുണ്ട്. യെസ് മക്കളെ, ഇനി ഞാൻ ചോദിക്കാൻ പോണ ചോദ്യം കുറച്ച് സങ്കടമുള്ള ചോദ്യമാണ് കേട്ടോ, വിഷമം തോന്നരുതേ മാഷോട്. അപ്പനോ അമ്മയോ മരിച്ചു പോയവരൊന്ന് കൈപൊക്കി. നിങ്ങൾ എത്ര പേർക്ക് അവര് മരിച്ചതിന് ശേഷം തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടെ കാലം അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ആ ഒരു നല്ല കാലം കാണിച്ചു കൊടുക്കായിരുന്നു. അവർ മരിക്കുമ്പോൾ എനിക്ക് അത്ര നല്ല അവസ്ഥയൊന്നും ആയിരുന്നില്ല. കുറച്ചും കൂടി ഞാൻ ഈ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തത്, അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ സ്നേഹിക്കാനായിട്ട് എൻ്റെ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയവർ മാത്രം ഒന്ന് കൈപൊക്കെ. ഞാൻ എന്തിനു ഇത്രയും പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ മക്കൾക്ക് ആ ഗതി വരുത്തരുത് കേട്ടോ. ഡോക്ടർ ബാബുപോൾ സാറ് പറഞ്ഞ പോലെ, എടാ മോനെ, നിങ്ങളുടെയൊക്കെ മക്കളോട് പറയണടാ മോനെ, നീ നിന്റെ ബെൻസേലോ BMW ചീറിപ്പാഞ്ഞ് നിന്റെ ഭാര്യയെ മക്കളെ മാത്രം കൂട്ടിയിട്ട് ഇഷ്ടമുള്ള വീക്കെൻഡ് പാർട്ടീസിന് പൊക്കോ, ലുലുമോളി പൊക്കോ, ടൂറ് പൊക്കോ, തകർത്തോ. എന്നെ അവളെ കയറ്റണ്ടടാ. എന്നെ അപ്പനെ എപ്പോഴും വലിച്ചു കൊണ്ടുപോകണ്ട. ഇടക്കിടക്ക് നീ ആ സൈഡ് വ്യൂ മിറർ ഉണ്ടല്ലോ, സൈഡിലെ കണ്ണാടി, അതേലൊന്ന് നോക്കണം. അപ്പൻ പഴയ ഓൾട്ടോ കാറിന് അതിൻ്റെ പുറകെ വരുന്നുണ്ടോ എന്ന് നോക്കണം. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഹോൺ അടിച്ചോളാം. അപ്പയൊന്ന് വണ്ടി ഒതുക്കണം. പ്രിയപ്പെട്ടവരെ, മക്കളെ എല്ലാത്തിലും നമ്മൾ അവരുടെ ജീവിതത്തെ കട്ടുറുമ്പാവൊന്നും വേണ്ട. മോളും മരുവനും കൂടെ ഒരു സിനിമക്ക് പോണ സമയത്ത് ഓ അപ്പൊ ഇന്ന് അരിയൊക്കെട്ടല്ലോ ഇവിടെ എന്ന് ചോദിക്കാണ്ട് മക്കള് പുറത്തുനിന്നല്ലേ കഴിക്കൊള്ളുന്ന്, നമുക്ക് സൗകര്യം അത്രയൊക്കെ കറി ഉണ്ടാക്കണം, പൊള്ള കറിയും കൂടി തിന്നാം. മക്കള് പോട്ടെ, നമുക്കിത് കിട്ടിയിട്ടില്ല അല്ലേ? കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞു, എൻ്റെ പൊന്നെ ആ തള്ള തത്തതിന് ശേഷമാണ് സാറേ ഞാൻ ആ ഉമ്മറത്തൊന്ന് ആ സോഫയിൽ ഇരുന്നത് തന്നെ, സമ്മതിക്കൂലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാകുന്ന ആൾക്കാര് സ്വന്തം മരുമകളോട് വളയാൻ ജീവിക്കാൻ സമ്മതിക്കൂല. നിങ്ങളുടെ മക്കൾ എവിടെയെങ്കിലൊക്കെ നിങ്ങളെ പോകാൻ വിളിക്കണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചാടിക്കറി പൊക്കൊള്ളാം, വാ മോനെ പോവാ മോനെ അമ്മച്ചിരടി എപ്പോഴും പോരുന്നിട്ടാ എപ്പോഴും. കാരണം ആദ്യമൊക്കെ വിളിക്കും, പിന്നെ തോന്നും വിളിച്ച അമ്മച്ചി വരും, അമ്മച്ചിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. ഈ അടുത്ത കാലത്ത് കുടുംബശ്രീയുടെ വയോജന സംഗമം നടത്തി കോട്ടയത്ത്. ഗംഭീര ക്ലാസ് കഴിഞ്ഞ ഒരു അമ്മച്ചി വന്ന് പറഞ്ഞ നന്ദി എൻ്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. എന്നാ പറയാനാ, എനിക്കിപ്പം 81 വയസ്സായടേ ചെറുക്ക, ഞാൻ നിന്നെ ചെറുക്കാന്ന് സ്നേഹത്തോടൊക്കെ വിളിക്കും, എന്നെ വലിയ ഇഷ്ടമാണ്, എൻ്റെ മോനെപ്പോലെ ഒന്നുകൊണ്ട് പറയാമോ മക്കളെ നിൻ്റെ അടുത്ത്, എനിക്ക് പെൻഷൻ കിട്ടും മോനെ, ഞാൻ ഈ പെൻഷൻ കിട്ടുന്ന പൈസ എല്ലാം കൂട്ടി വെച്ചിട്ട് എൻ്റെ പേരക്കിടാവിന് ഒരു കമ്മൽ മേടിച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചേ. നിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, കമ്മലും കോപ്പക്കാൻ അപ്പം മേടിച്ച് കൊടുത്തോളും. ഞാൻ ഈ പൈസ കൂട്ടി വെച്ചിട്ടെ എനിക്കൊന്ന് ലുലു മോളിൽ പോകണോടാ മോനെ, എനിക്ക് ആ വെള്ളത്തിൽ കൂടി പോണ തീവണ്ടിയിലൊന്ന് കയറണം. പിന്നെ ഞാൻ വിചാരിച്ചേ, നമ്മുടെ അയൽക്കൂട്ടത്തിൽ അമ്മിണിയൊക്കെ പറഞ്ഞിട്ടുണ്ട് വിമാനത്തെ കയറണമെന്ന്, എനിക്കൊന്ന് കയറണോടെ കയറുക. ഇവിടെ നമ്മൾ ജീവിത അവസാനം വരെ കാത്തു വെച്ചിട്ടുള്ള കുറേ മോഹങ്ങളും സങ്കല്പങ്ങളും പ്രതീക്ഷകളൊക്കെ ഇല്ലാണ്ട് ചത്തുപോലെ. നമ്മളിതൊക്കെ ഒന്ന് ആസ്വദിക്ക് അല്ലേ? നിങ്ങളുടെ വീടിന്റെ അലമാരയിൽ ആ അടിയിലത്തെ ആ സാരി വെച്ചിട്ട് താഴത്തെ റാക്കില്ലേ, അവിടെ നിന്ന് ഒന്നാമത് രാജസ്ഥാൻ നല്ല ഒന്നാമതിനും ബെഡ്ഷീറ്റ് ഇല്ലേ, അവിടെ വെച്ചോട്ടാ, ചാവുമ്പോ പുതപ്പിക്കാം. അത് വിരിച്ച് കിടക്കടോ. നിങ്ങളുടെ അന്ന് പെരവാർപ്പ് കിട്ടിയിട്ടുള്ള ഗംഭീര സ്ഫടികപാത്രങ്ങളൊക്കെ ഉണ്ടാവും, നല്ല ഒന്നാന്തരം വട്ടപ്പിഞ്ഞാണൊക്കെ ഉണ്ട്, അവിടെ വെച്ചോ. മക്കൾക്ക് അതെടുത്ത് നമ്മളെക്കാളും മികച്ച അതിഥിയൊന്നും നമ്മുടെ വീട്ടിൽ വരാനില്ല. ഈ ചെറിയ ജീവിതം ഏറ്റവും നന്നായി ജീവിച്ചു എന്ന് ഉറപ്പ് വരുത്താണ്ട് അങ്ങോട്ട് ചെന്നാൽ തമ്പുരാൻ ചോദിക്കും, മര്യാദ തന്നല്ലേ സ്വർഗവും നരകമൊക്കെ നിനക്ക് അവിടെ അനുഭവിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ജീവിതം ഏറ്റവും വലിയ സ്വർഗം അനുഭവിക്കാൻ പോവാണ്. എല്ലാവരും നട്ടൽ നിവൃത്തി നേരെ ഇരുന്നേ. എന്നും എക്കാലവും നമുക്കിടയിൽ ഈ സ്നേഹം ഉണ്ടാവട്ടെ. ഒരിക്കലും നീ വീഴാണ്ട് ഞാൻ കാത്തോളാന്നുള്ള, ഉണ്ടില്ലെങ്കിലും ഊട്ടിക്കോളാന്ന് സത്യം ചെയ്തിട്ട് പാലിക്കുന്ന പോലെ സ്നേഹത്തിൻ്റെ ആ ഒരു പ്രഭ ഒരിക്കലും കുറയില്ലെന്ന പ്രാർത്ഥനയോടെ, നിറഞ്ഞ സ്നേഹത്തോടെ ഈ ഒരു ദമ്പതി സംഗമത്തിൻ്റെ പുണ്യം നിറയെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രിയപ്പെട്ടവരെ നന്മകൾ നേരുന്നു. ദിസ് ഈസ് മീ RJ ശരത് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്. ജീവിതത്തിൽ നമുക്ക് നല്ലൊരു അനുഭവം തന്നുകൊണ്ട് വളരെ ഒരു മികച്ച ക്ലാസ് ഇവിടെ എടുക്കാനായിട്ട് നമുക്ക് നമ്മളോടൊപ്പം
എത്തിച്ചേർന്ന് നമുക്ക് നമ്മളോടൊപ്പം 1.5 മണിക്കൂർ ചെലവഴിച്ച ശ്രീ RJ ശരത്തിനെ നമ്മുടെ ഇടവീടെ എല്ലാവരുടെയും പേരിൽ ഹാർദവമായി നന്ദി പറയുകയാണ്. ശരത്തുകാരന് നമ്മുടെ എല്ലാവരുടെയും ഒരു ചെറിയൊരു ഉപഹാരം കൊടുക്കുകയാണ്. അതിനുവേണ്ടി വികാരി അച്ഛനെ ക്ഷണിക്കുന്നു.